കുങ്കുമപ്പൂ നായിക ഷെല്ലി, അറിയാലോ, ഷെല്ലി കിഷോർ അഭിനയിച്ച ചെകുത്താൻ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്. തെലുങ്കിലാണത് എടുത്തിരിക്കുന്നത്. ഗംഭീര വെബ് സീരീസാണ്. എന്ന് വെച്ചാൽ സിനിമയൊക്കെ മാറിയിരിക്കണം, അമ്മാതിരിയുള്ള കലക്കാൻ സാധനം. അത് എന്നാ കഥ, എന്നെ പെർഫെക്ഷൻ, എല്ലാ ഭാഷകളിലും അത് OTT കിട്ടും. അപ്പോൾ നമ്മളതല്ല പറയണത്, ഷെല്ലി ഇങ്ങനെ അഭിനയിക്കുമോ എന്നുള്ള കേരള ജനത മൊത്തം ഷെല്ലിനെ പരിചയമുള്ളവർ, അതുപോലെ തന്നെ കുടുംബ സീരിയലായിരുന്നു കുങ്കുമപ്പൂവ്. അപ്പോൾ ഇതൊക്കെ കണ്ടുള്ള ആൾക്കാർ ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സീനുണ്ട്. തുടക്കത്തിലാണ് വെബ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെയുണ്ട് ആ സീൻ. ആ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലുള്ള നടികളൊന്നും പെട്ടെന്ന് അങ്ങനെ ഒരു സീനിൽ അഭിനയിക്കാനായിട്ട് സമ്മതം മൂടാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ബിരിയാണിയിലൊക്കെ അഭിനയിച്ച പോലെ അത്രയും ഇതല്ല. അപ്പോൾ അതുപോലെ തന്നെ അവളുടെ രാവുകളിൽ സീമ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ വൾഗാരിറ്റി ഒന്നും കാണിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ കലാപരമായിട്ടാണ് ആ ഡയറക്ടർ അത് എടുത്തിരിക്കുന്നത്. ഞാൻ ആ സീനൊന്നും വിശദീകരിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ OTT കയറി കാണുക. എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയാവണമെന്ന് നിങ്ങൾ നോക്കുക. കഥ ഡിമാൻഡ് ചെയ്യുന്ന സീനായിരുന്നു അത് എന്നാണ് ഷെല്ലി പറയുന്നത്. നിങ്ങൾ മുഴുവൻ വെബ് സീരീസ് കണ്ടാലറിയാം അതിനെത്ര പിൻബലമുണ്ട് ആ കഥാപാത്രത്തിനും ആ സീനിനും ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ആ വെബ് സീരീസ് മുഴുവൻ കണ്ട ആളായ കാരണം ഞാൻ പറയുന്നു, ആ ഒരു സീൻ അതിൽ അത്യാവശ്യമാണ്. ഗംഭീര സെൻറ്റിമെൻറ്റ്സ് സീനാണത്. നമ്മൾക്ക് ആ നേരത്ത് ഒരു വികാരവിചാരങ്ങളല്ല തോന്നുക. ആ അമ്മയുടെ ആ 2 മക്കളെ വളർത്താൻ വേണ്ടി, 2-3 കുട്ടികളെ വളർത്താൻ വേണ്ടി അവർ കാണിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണത്. അത് ഗംഭീരമായിട്ട് ഈ കഥാപാത്രം ചിത്രീകരിച്ചിട്ടുണ്ട്. ഗംഭീര സീനാണ് അതിൽ ഷെല്ലിക്ക് കൊടുത്തിരിക്കുന്നത്. ഷെല്ലി ഇന്ന വരെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കുങ്കുമപ്പൂവിൽ അഭിനയിച്ചിട്ടുണ്ട്, കുറേ അഭിനയിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിനയം ഈ വെബ് സീരീസിലെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കുന്ന ഒരു കലാകാരിയായിട്ട് ഞാൻ ഇപ്പോൾ അംഗീകരിക്കുന്നത് ആ വെബ് സീരീസ് കണ്ടതിന് ശേഷമാണ്. അപ്പോൾ അതിന് ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു സീനുണ്ട്, അത് നമുക്ക് പ്രൈവറ്റായിട്ട് എടുക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കഥാപാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെയ്യാനായിട്ട് തയ്യാറായി. അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്. അവരെ കരിയറിൽ ഇത്തിരി നല്ലൊരു കഥാപാത്രം കിട്ടുമ്പോൾ ആ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ചെയ്തു കൊടുത്തത്. അപ്പോൾ അന്നത്തെ ഷൂട്ടിങ്ങിൻ്റെ അന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഒരു റൂമിലുണ്ടായിരുന്നുള്ളൂ. ജനലുകളും വാതിലുകളും ഒക്കെ അടച്ചു. അതും ഈ ഷെല്ലിക്ക് കൂട്ടായിട്ട് വേറെയും കുറച്ച് സ്ത്രീകളുണ്ട്. കുറച്ച് സാരി പൊക്കി വയ്ക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ സ്ത്രീകളാണ് ചെയ്യുന്നത്. അതൊക്കെ വളരെ സുരക്ഷിതമായി വളരെ കുറച്ച് ആൾക്കാർ വെച്ച് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രമാണ് അത് എടുത്തത്. അങ്ങനത്തെ ഒരു സീനത്. അപ്പോൾ അതിൽ കുറച്ച് കണ്ടൻറ്റുകൾ, കുറച്ച് നല്ല ഫസ്റ്റ് കണ്ടൻറ്റ് ആ സിനിമ തന്നെ, ഭയങ്കര കഥയത്. അപ്പോൾ അങ്ങനെ ആ സംവിധായകൻ പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് പറയാനായിട്ട് ഷെല്ലിക്ക് പറ്റിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആ വെബ് സീരീസ് റിലീസായതിനു ശേഷം ഒരുപാട് ട്രോളുകളും ഒരുപാട് മോശം കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നു. കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കലാകാരി ഒരു കഥാപാത്രം ഡിമാൻഡ് ചെയ്താൽ അത് ചെയ്യുകയാണ്. അത് അവരുടെ ജോലിയാണ്. അത് ആ ജോലി അവർ ചെയ്യണം. നമ്മൾക്ക് വ്ളോഗ് ചെയ്യുന്നത് നമ്മുടെ ജോലിയാണ്. അപ്പോൾ ആ വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് പറയണം. അതിൽ തെറ്റ് ഉണ്ടാവും, ചിലപ്പോൾ കുറ്റങ്ങളുണ്ടാവും. പല ആൾക്കാർക്കും എല്ലാവർക്കും 2 അഭിപ്രായം 3 അഭിപ്രായമുള്ളവരുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞോട്ടെ. അവർക്ക് പിന്നെ ഇത് അവരൊരു ഫാഷനാണ് കുറ്റം പറയണത്. ഒരാൾ നന്നായി അഭിനയിച്ചാൽ അതിന് കുറ്റം പറയണത് ഒരു ഫാഷനാണ്. അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കുങ്കുമപ്പൂവിലെ ശാലിനിയെ ആരെ മറക്കുക. ഞാൻ ആ സീരിയൽ മുഴുവൻ കണ്ടിട്ടില്ല. എന്നിരുന്നാലും സ്വല്പമൊക്കെ കണ്ടിട്ടുണ്ട്. അന്ന് സീരിയലൊക്കെ നല്ല ഹിറ്റായതിനു ശേഷം നമ്മുടെ ആശാശരത്തൊക്കെ അതിലാണ് നടിയായിട്ട് വന്നത്. പിന്നെ വന്നത് മിന്നൻ മുരളി ടോയിനയുടെ കൂടെ. ആ പടം ഗംഭീര പേരെടുത്ത പടമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഷകളിലും ആ പടം ഓടി. അതിലൊരു ഭയങ്കര ഒരു ലവ് ട്രാക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലവ് ട്രാക്കിൽ ടോവിനേക്കാളും ആൾക്കാർ ചർച്ച ചെയ്ത് ഈ ഷെല്ലിനെ കുറിച്ചാണ്. നല്ല കഥാപാത്രം. ആ ഷെല്ലി മരിക്കുമ്പോൾ നമുക്ക് പോലും, ആ ഷെല്ലി ആ മകനും മരിക്കുമ്പോൾ നമുക്ക് ആ കഥാപാത്രം, ഉഷ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്, ആ കഥാപാത്രം മരിക്കുമ്പോൾ നമുക്ക് പോലും സങ്കടം തോന്നും. അവർ ഒത്തൊരുമിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രമൊക്കെ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഷെല്ലി. അപ്പോൾ ജനങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ കേരള കഫേ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ് കേരള കഫേ. പിന്നെ ഹിന്ദിയിലും അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം ഇതിലൊക്കെ പ്രാവീണ്യം നേടിയുള്ളതാണ്. അതിലൊക്കെ അറിയാം.
അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഷെല്ലി എടുക്കാത്ത ബിരുദാനന്ത ബിരുദങ്ങളൊന്നുമില്ല. അത്രയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. ഈ അഭിനയം മാത്രമല്ല, അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും ജോലിയോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് പോകാവുന്ന ഒരു ഉള്ള ആളാണ്. പക്ഷെ അഭിനയത്തിനോടുള്ള ഫാഷൻ കൊണ്ടാണ് ഈ അഭിനയത്തിന് ഇങ്ങനെ നിൽക്കുന്നത്. അതിപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OTTയിൽ ശക്താൻ കണ്ട ഒരാൾക്കും മറക്കാൻ കഴിയില്ല ആ കഥാപാത്രത്തിനെ, അമ്മ കഥാപാത്രത്തിനെ ആർക്കും മറക്കാൻ കഴിയില്ല. പിന്നെ ഈ നടി കല്യാണം കഴിച്ച് നോക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ, ഈ കുങ്കുമപ്പൂവിൻ്റെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അദ്ദേഹത്തിൻ്റെ പേര് കിഷോർ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും സിനിമാ ഫീൽഡിൽ സീരിയൽ ഫീൽഡിലായ കാരണം ഒരു ദാമ്പത്യം വളരെ ഭംഗിയായി പോകുന്നു, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു നഷ്ടം ഈ ഷെല്ലിക്ക് ഉണ്ടായുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടം, ഇഷ്ടം എന്ന പടത്തിലേക്ക് വേണ്ടി നായകനെ തിരയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ ഷെല്ലിനെ കറക്റ്റാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഷെല്ലിനെ വിളിച്ചപ്പോൾ ഷെല്ലിക്ക് പോകാൻ പറ്റിയില്ല. ചിലപ്പോൾ അവരെ പേഴ്സണലായുള്ള കുറേ പ്രശ്നങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം പിന്നെ ഇത് ദിലീപിൻ്റെ നായികയായിട്ടാണ്. പക്ഷെ അത് അത്രയും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ആ കഥാപാത്രം ലാസ്റ്റ് നബിക്ക് പോയി. ഇപ്പോഴും ആ കഥാപാത്രം നഷ്ടപ്പെട്ടത് ആലോചിച്ചിട്ട് ഇപ്പോഴും ഷെല്ലിക്ക് ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പരിചയമുള്ളവർ മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് അതാണ്, ഞാൻ ആ പടത്തിന് പോയി അഭിനയിക്കേണ്ടതായിരുന്നു, അന്ന് നിൻ്റെ സ്റ്റൈൽ അങ്ങോട്ട് മാറി പോയേനൊക്കെ. പക്ഷെ എന്നാലും കുറേ പടങ്ങളിൽ അഭിനയിച്ചു. അതിലൊന്നിപ്പോൾ ഇഷ്ടം പോലെയുള്ള നബിയ വന്ന പോലെയുള്ളൊരു കഥാപാത്രം അതിപ്പോൾ ഈ ഷെല്ലി അഭിനയിച്ചു കഴിഞ്ഞാൽ നബിക്ക് കിട്ടിയ പോലെയുള്ള കഥാപാത്രങ്ങൾ മുഴുവൻ ഷെല്ലിക്ക് കിട്ടണമെന്നില്ല, അതുപോലെ അംഗീകാരം കിട്ടണമെന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഉണ്ട്. അതുകൊണ്ട് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് അത് തട്ടിപ്പോയത്. അപ്പോൾ കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തട്ടെ. ഈ ഒരു വെബ് സീരിയൽ കണ്ടിട്ട് ട്രോളിയോട്ടെ, ആൾക്കാരെന്തൊക്കെ പറഞ്ഞോട്ടെ. TV-യിൽ സ്റ്റേറ്റ് സംസ്ഥാന അവാർഡ് മേടിച്ച ഒരു നടിയും കൂടിയാണ് നമ്മുടെ ഷെല്ലി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ദുഃഖപുത്രിയാണ് ശരിക്കും. ആ ദുഃഖപുത്രിയുടെ എല്ലാ ഭാവങ്ങളും ആ മുഖത്തുള്ള കഥാപാത്രങ്ങൾ അതിനെ ഓടിയെത്തി അതിൻ്റെ അടുത്തേക്ക് തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ അടുത്ത 1-2 പടങ്ങൾ ഞാൻ കണ്ടു. പടത്തിൻ്റെ പേര് അത്രയോട് ഓർമ്മിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അത്ര ക്ലീൻ ഇമേജുള്ള ഒരു നടിയാണ്. ആ നടി ഇങ്ങനെ ശക്താൻ എന്ന് പറഞ്ഞൊരു വെബ് സീരീസിൽ പോയിട്ട് ഇതുപോലെ ഒരു സീനിൽ അഭിനയിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒട്ടും കുറച്ച് കാണേണ്ട കാര്യമില്ല. അത് ഷെല്ലിയുടെ ജോലിയാണ്. ആ ജോലി വൃത്തിയായി ഭംഗിയായി ആ വെബ് സീരീസിൽ ചെയ്തു. ഷെല്ലിയും പറയണത് തന്നെയാണ്, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്നെ ട്രോളിന് കണ്ടിട്ട് നിങ്ങൾ അത് അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കുക. ആ സീരിയൽ, ആ വെബ് സീരിയൽ നിങ്ങൾ മുഴുവൻ കാണുക. എന്നിട്ട് നിങ്ങൾ പറയുക അതിൽ ആ സീൻ ഡിമാൻഡ് ചെയ്തതാണോ ഞാൻ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഒരു മകനുണ്ട്. ആ മകൻ ഗർഭിണിയായിരിക്കുമ്പോഴാണ് നമ്മുടെ കുങ്കുമപ്പൂവിലും ആ കഥാപാത്രം ഗർഭിണിയാവുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി മാച്ചായി. അങ്ങനെ ആ സീരിയലിൽ നന്നായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ കുടുംബം നല്ല രീതിയിൽ പോകുന്നു. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. നല്ല നല്ല വെബ് സീരീസിൽ അഭിനയിക്കട്ടെ, നല്ല നല്ല സിനിമകളിൽ അഭിനയിക്കട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ്. ആ നടിയുടെ ഒരു ഫാനാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തേണ്ടതുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.